ബട്ടൂര ഉണ്ടാക്കാൻ നമുക്ക് 2 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര, ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ കൈവച്ചൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ പൂരിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്ത് തന്നെ ഉണ്ടാക്കാനായാലും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ആദ്യം പൊടിയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് റൂം ടെമ്പറേച്ചറിലായിരിക്കുന്ന, അതായത് ഒട്ടും തണുപ്പില്ലാത്ത 4 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സ്മൂത്തായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ എനിക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് കുഴച്ചെടുക്കാനായിട്ട് ഏകദേശം 1/2 കപ്പ് വെള്ളം വേണ്ടി വന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ടിരിക്കണം. ഒട്ടും തന്നെ അതിന് കട്ടി പാടില്ല. അങ്ങനെ കട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ബട്ടൂര ഉണ്ടാക്കി എടുക്കുമ്പോഴേക്കും ഭയങ്കര കട്ടിയായി പോകും. അതുപോലെ തന്നെ ഇത് ബലൂൺ പോലെ ഇങ്ങനെ പൊങ്ങി വരത്തില്ല. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ വെള്ളത്തിൽ നിന്നുണ്ടാവുന്ന ആവി കൊണ്ടാണ് നമ്മുടെ ബട്ടൂര പൊങ്ങി വരേണ്ടത്. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ബലൂൺ പോലെ പൊങ്ങി വരുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ മാവ് നമ്മളിപ്പോൾ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം മുഴുവനായിട്ട് ചേർത്തിട്ടില്ല. ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. നമ്മളെടുക്കുന്ന പൊടിയുടെ അളവും അതുപോലെ പൊടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും. അതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം ആദ്യം എടുത്ത് വയ്ക്കുക. അതിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് തോന്നും. പക്ഷേ കുറച്ച് സമയം ഒന്ന് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴേക്കും ഇത് നല്ല സ്മൂത്തായിട്ടുള്ള മാവായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. നമുക്ക് ആ കൈ പിടിക്കുമ്പോൾ തന്നെ ആ സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം 1/2 കപ്പ് വെള്ളം തന്നെ വേണം ഇത്രയും നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഒരു ബോൾ പോലെയാക്കാം. അപ്പോൾ അതിൻ്റെ ഇതുപോലെ അടിഭാഗത്തേക്ക് നമ്മളൊന്നിങ്ങനെ ടക്ക് ചെയ്ത് വെക്കുക. ഇങ്ങനെ അടിഭാഗത്തേക്ക് നമ്മുടെ കയ്യിൽ ആ മാവ് പിടിച്ചിട്ട് തന്നെ അടിഭാഗത്തേക്ക് ആക്കി വെക്കുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഒരു നല്ല ബോളാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതൊരു അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ വേണം ഇത് നന്നായിട്ട് ഒന്ന് പൊങ്ങി വരാനായിട്ട്. ഒരുപാട് പൊങ്ങി വരത്തില്ല, നമ്മൾ ഈസ്റ്റ് ചേർക്കുന്ന പോലെ അത്രയും നന്നായിട്ട് പൊങ്ങിയൊന്നും വരത്തില്ല, എങ്കിലും കുറച്ചൊന്ന് പൊങ്ങി വരും. അപ്പം ഒരു 4 മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് പൊങ്ങി വരാൻ തണുപ്പുള്ള സമയത്ത്. അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ.
അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ ആ ബോളിൻ്റെ സൈഡിലും അടിഭാഗത്തും ഈ മാവിൻ്റെ മേലെയൊക്കെ കുറച്ചൊന്ന് എണ്ണ തടവി കൊടുക്കാനായിട്ട് നോക്കണം. അത് ഈ ബോളിൻ്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മാവൊന്ന് ഡ്രൈ ആയി പോവാതിരിക്കാനൊക്കെ വേണ്ടിയാണ്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ആ ബോളിൻ്റെ സൈഡിലും താഴ്ഭാഗത്തും ഒക്കെ ഒന്ന് നന്നായിട്ട് എണ്ണ തടവി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതൊരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയോ വെച്ചിട്ട് മൂടി വയ്ക്കാം നമുക്ക്. എന്നിട്ട് ഒരു അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 4 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ മാവിരിക്കുന്നത്. ഇനി ഇത് പാത്രത്തിൻ്റെ വെളിയിലേക്ക് എടുത്തതിന് ശേഷം ഉരുളകളാക്കിയിട്ട് നമുക്ക് ബട്ടൂര ചുട്ടെടുക്കാം. ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് സ്മൂത്തായിട്ടും അതുപോലെ തന്നെ ഈക്വലായിട്ടുള്ള ഉരുളകളാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഒന്നാക്കിയതിന് ശേഷം എന്തെങ്കിലും കത്തിയോ അല്ലെങ്കിൽ സ്ക്രേപ്പറോ വെച്ചിട്ട് ഈക്വലായിട്ടുള്ള ഉരുളകൾ മുറിച്ചെടുത്താൽ മതി. മുറിച്ചതിന് ശേഷം ഓരോ ഭാഗം എടുത്ത് ഇതുപോലെ ഒന്നാക്കിയിട്ട് നമ്മൾ പൊറോട്ടയ്ക്കോ അല്ലെങ്കിൽ ബണ്ണൊക്കെ ഉണ്ടാക്കാനായിട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക. കണ്ടപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള മാവ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല പൊട്ടലും വിള്ളലും ഒന്നും ഇല്ലാത്ത നല്ല സ്മൂത്തായിട്ടുള്ള ഉരുളകളാക്കി തന്നെ ബാക്കിയുള്ള എല്ലാ ഉരുളകളും ആക്കിയെടുക്കണം. പൊട്ടലോ എന്തെങ്കിലും വിള്ളലുകളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ബട്ടൂര ചുട്ടെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് നന്നായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മൾ ഈ ഉരുളകളാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ ഉരുളകളും ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലേക്ക് ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഇതുപോലെ ക്ലിംഗ് റാപ്പോ ഇട്ട് വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. കാരണം മൈദ ആയതുകൊണ്ട് അപ്പം തന്നെ പരത്തിയെടുക്കാൻ നോക്കിയാൽ നമുക്ക് പരത്താനായിട്ട് പറ്റില്ല. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്ത് നമുക്ക് ബട്ടൂര ചുട്ടെടുക്കാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടാവണം, എന്നാൽ മാത്രമാണ് നമ്മുടെ ബട്ടൂര പൊങ്ങി വരുള്ളൂ. ചൂടൊട്ടും കുറഞ്ഞു പോകരുത്. ഇനി പരത്താനായിട്ട് നമുക്കൊന്നില്ലെങ്കിൽ പൊടി ഉപയോഗിച്ച് പരത്തിയെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഉപയോഗിച്ച് തന്നെ പരത്തിയെടുക്കാം. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എണ്ണ ഉപയോഗിച്ച് പരത്തിയെടുക്കാനാണ്. കാരണം പൊടി ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് പരത്താനായിട്ടും കുറച്ച് പ്രയാസം വരും. അതുപോലെ തന്നെ പൊടിയുടെ അളവ് കൂടുതലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടൂരയുടെ ആ സോഫ്റ്റ്നെസ്, അതിൻ്റെ ടെക്സ്ചർ മാറിയിട്ട് സോഫ്റ്റ്നെസ് പോവാനായിട്ടും കാരണമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എണ്ണ ഉപയോഗിച്ച് പരത്തിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ പൊടി വെച്ചിട്ട് പരത്തിയെടുത്തുള്ളൂ. ബാക്കിയെല്ലാം എണ്ണ ഉപയോഗിച്ചിട്ടാണ് പരത്തിയെടുത്തത്. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് കുറച്ച് പ്രഷർ കൊടുത്തിട്ട് തന്നെ നമ്മളൊന്ന് പരത്തിയെടുക്കാനായിട്ട്, നന്നായിട്ട് അത് വലിച്ച് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് അപ്പോഴേക്കൊന്ന് ചുരുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വലിച്ച് തന്നെ അത് പരത്തുക, നന്നായിട്ട് വലിച്ച് പരത്തുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റായിട്ടാണ് പരത്തുന്നതെങ്കിലും ബട്ടൂര ചുട്ടെടുക്കുന്ന സമയത്ത് പൊങ്ങി വരില്ല. അപ്പം നന്നായിട്ട് ഒന്ന് വലിച്ച് പരത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ നേരത്തെ പരത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചുടുന്ന സമയത്ത് മാത്രം പരത്തിയെടുത്താൽ മതി. എന്നിട്ട് നേരെ നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ബട്ടൂര നന്നായിട്ട് പൊങ്ങി വരും. ഓരോ മിനിറ്റ് ഓരോ സൈഡ് ഇട്ടാൽ മതി. മൈദ ആയതുകൊണ്ട് ഒത്തിരി വേവിൻ്റെ ആവശ്യമൊന്നുമില്ല. 1 മിനിറ്റ് ഒരു സൈഡ് ഇട്ടതിന് ശേഷം തിരിച്ചു മറിച്ചു വിട്ടിട്ട് പാകത്തിന് വേവാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. നല്ല ഹൈ ഹീറ്റിൽ തന്നെ ഇടുക നമ്മളിത്. അപ്പോൾ ഓരോന്ന് പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മുടെ എണ്ണയുടെ ചൂട് കുറച്ചെങ്ങാനും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ചൂടായി കിട്ടാനുള്ളൊരു സമയവും കൂടിയാണ്. അതുകൊണ്ടാണ് അപ്പം പരത്തിയെടുത്താൽ മതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരത്തുന്ന സമയത്ത് കുറച്ചൊന്ന് വലിച്ചു പരത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് ഫെർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ കുമിളകൾ അതിലിങ്ങനെ വന്നിട്ടുണ്ടാകും. നമുക്ക് പരത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അതിൽ ചെറിയ ചെറിയ കുമിളകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ചിലപ്പോൾ ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ബലൂൺ പോലെ പൊങ്ങി വരില്ല. അതുകൊണ്ടാണ് ഒന്ന് വലിച്ചു പരത്തണമെന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ബട്ടൂരകളൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 4 മണിക്കൂറാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ
പരത്തുന്ന സമയത്ത് എണ്ണ ഉപയോഗിച്ച് പരത്തുക, കുറച്ച് പ്രഷർ കൊടുത്ത് പരത്തുക. അതുപോലെ ചുട്ടെടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടാക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പഞ്ചാബി ചോലെ മസാല അല്ലെങ്കിൽ ചന മസാല എന്നൊക്കെ പറയുന്ന കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കാനായിട്ടും മറക്കൂലല്ലോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.